വെൽക്കം ടു പെൻഡാഡ്. ഞാൻ സഞ്ജു, എൻ്റെ കൂടെയുള്ളത് അഭിശങ്കർ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡെബിറ്റ് കാർഡാണോ അതോ ക്രെഡിറ്റ് കാർഡാണോ ചൂസ് ചെയ്യുക? അപ്പോൾ അഭിചേട്ടന് ഒരു സിറ്റുവേഷൻ വന്നു, ക്രെഡിറ്റ് കാർഡ് ഒരു എക്സ്പെൻസീവ് ഐറ്റം ആണെന്ന് വിചാരിക്കുക, അധികമല്ല എന്നാലും ഒരു എക്സ്പെൻസീവ് ഐറ്റം, ഔട്ട് ഓഫ് യുവർ ബഡ്ജറ്റ് എനിവേസ്. അപ്പോൾ ഡെബിറ്റ് കാർഡാണോ യൂസ് ചെയ്യുക അതോ ക്രെഡിറ്റ് കാർഡാണോ യൂസ് ചെയ്യുക? ഓക്കെ, ഒരാൾക്ക് ഡെബിറ്റ് കാർഡും വേണം, ക്രെഡിറ്റ് കാർഡും വേണം. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകണം, കുറച്ച് എക്സ്പെൻസീവ് പ്രൊഡക്റ്റാണ്, അത് വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ബഡ്ജറ്റിന് പുറത്തുള്ളതാണെങ്കിൽ ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടായാലും വാങ്ങാതിരിക്കാൻ തന്നെ നോക്കുള്ളൂ. കാരണം നമ്മൾ പിന്നീട് അനാവശ്യമായിട്ടൊരു ഇൻട്രസ്റ്റ് അടയ്ക്കുക എന്നുള്ളൊരു ബാധ്യതയിലേക്ക് ചെന്ന് വിടുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് അത് അഫോർഡബിൾ ആണ്, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് വാങ്ങാൻ നോക്കും. കാരണം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബില്ല് ജനറേറ്റ് ആയും കുറച്ച് ദിവസങ്ങൾ കൂടി എനിക്ക് ടൈമുണ്ട്. ആ ഒരു ടൈമിനുള്ളിൽ ഞാൻ ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. പ്ലസ് എനിക്ക് കുറച്ച് റിവാർഡ് പോയിൻറ്റ്സുകൾ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതെനിക്ക് മറ്റ് എന്തെങ്കിലും രീതിയിൽ യൂസ്ഫുള്ളായിട്ട് വരും. അപ്പോൾ ട്രാവലിനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ റെഡീം ചെയ്യാന്നുള്ള രീതിയിലോ ഒക്കെ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് വേണോ ക്രെഡിറ്റ് കാർഡ് വേണോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മൾ ഇവിടെ കേൾക്കാറുണ്ട്. അപ്പോൾ ശരിക്കും രണ്ടും ആവശ്യമാണ്. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, SB അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ഇപ്പോൾ ഒരു പൈസ ക്യാഷ് എടുക്കേണ്ട ഒരു ആവശ്യം വന്നു, ഇപ്പോൾ ബാങ്ക് ഹോളിഡേ ഉള്ള ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ATM എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോവൽ കാര്യങ്ങൾ പോസിബിളാണ്. ക്രെഡിറ്റ് കാർഡിൽ ഉള്ളത് നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് കാർഡ് വളരെ റെസ്പോൺസിബിളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യും എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എപ്പോഴും നല്ലതാണ്. ഒന്ന്, ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു റെസ്പോൺസിബിൾ ആംഗിളിൽ തന്നെ യൂസ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള പേയ്മെൻറ്റുകൾ നടത്താതെ. അതുപോലെ ബില്ല് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡേറ്റ് ആകുമ്പോൾ തന്നെ അത് ഡിലേ ആക്കാതെ അടച്ച് പോവുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോറും ഇമ്പ്രൂവ് ആവും. പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം കുറച്ചുകൂടി ഒരു ട്രാക്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫണ്ട് വയ്ക്കുന്നതിനെ പറ്റി എപ്പോഴും പറയില്ലേ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊരു പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ ആ പൈസ ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിന് ആ ഒരു ടൈം ഫ്രെയിം ഉണ്ടല്ലോ, ആ ടൈം ഫ്രെയിം ആകുമ്പോഴേക്കും നിങ്ങളിത് അടയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലൈസേഷൻ വന്നു, അങ്ങനത്തെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് പുറമെ വേറെ പൈസ അറേഞ്ച് ചെയ്യാനായിട്ട് ഓടി നടക്കേണ്ട ആവശ്യമില്ല. കാർഡ് അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ക്രെഡിറ്റ് കാർഡും വളരെ ആവശ്യമാണ്. അപ്പോൾ ഡെബിറ്റ് കാർഡും വേണം, ക്രെഡിറ്റ് കാർഡും വേണം. നിങ്ങൾ എപ്പോഴും അത് വളരെ ഉത്തരവാദിത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ കൊണ്ട് കുറേയധികം ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അല്ല ഇതിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഗുണങ്ങളുണ്ടെന്ന് വൺ ഇസ് റിവാർഡ് പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ റിവാർഡ് പോയിന്റ്സ് ആക്ച്വലി നമ്മളെ എന്താ പറയുക കൂടുതൽ ഷോപ്പ് ചെയ്യിപ്പിക്കല്ലേ. അത് കണ്ടിട്ടാവോ എനിക്ക് ചിലപ്പോൾ താല്പര്യം ഉള്ളൂ, ഇപ്പോൾ എന്തായാലും നമുക്കിത് ചെയ്താൽ എനിക്ക് ഇത്രയും 50% ഓഫ് കിട്ടും, അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഷോപ്പ് ചെയ്യാൻ. അങ്ങനെ ഒരു ഇതിലേക്ക് നിങ്ങൾ പോരുത്. ആദ്യം നിങ്ങൾ ഒരു വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരണം. പറഞ്ഞ പോലെ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിന് ഇത്ര വരെ ലിമിറ്റ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത്രയും വരെയുള്ള ലിമിറ്റുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങുക അല്ലെങ്കിൽ വാങ്ങി കൂട്ടുക എന്നുള്ളതല്ല. ഇപ്പോൾ പോയിന്റ് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇത് വാങ്ങിയാലുള്ള പ്രശ്നം വെച്ചാൽ പോയിന്റ് കിട്ടുമായിരിക്കും, പക്ഷേ അതിന് വേണ്ടിയിട്ടൊരു എമൗണ്ട് നമ്മളവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടല്ലോ. ഇമ്മീഡിയറ്റ്ലി അടയ്ക്കണില്ല, പക്ഷെ ആ ബില്ല് വരുമ്പോൾ ആ ബില്ല് ജനറേറ്റ് ആയ ദിവസം തൊട്ട് 2 ആഴ്ച ഒരു ടൈം ഫ്രെയിം ആണെങ്കിൽ ആ ടൈം ഫ്രെയിം ആകുമ്പോൾ നമ്മളത് അടയ്ക്കണം. അന്ന് നമുക്ക് ഈ ഒരു എമൗണ്ട് അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു ഇൻട്രസ്റ്റ് പിന്നെ അവർ ചാർജ് ചെയ്ത് തുടങ്ങും. ഈ ക്രെഡിറ്റ് കാർഡിനൊക്കെയുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹയർ സൈഡ് ആയിരിക്കും. സാധാരണ ഒരു പലിശയല്ല ക്രെഡിറ്റ് കാർഡിനൊക്കെ ഉള്ളത്. ചില കേസുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ലോണിനെക്കാട്ടും കൂടുതൽ പലിശയാണ്. പിന്നെ അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും നിങ്ങൾ ഡിലേ ആവുന്നതിനനുസരിച്ച് ഈ പലിശ കൂട്ടി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റിവാർഡ് പോയിന്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ബൈ ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇതൊരു ട്രാപ്പായി മാറും. അതെ, അങ്ങനെ ട്രാപ്പിൽ വീഴാതെ സൂക്ഷിക്കുക. ഓക്കെ, ശരി, താങ്ക് യു.